ഹലോ, നിങ്ങൾ മൈൻഡിൽ വിചാരിക്കുന്ന ഒരാൾ അവരേത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ടു ഏക യൂണിവേഴ്സ്. ഇന്ന് ഏക യൂണിവേഴ്സിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ. അത് ആരും ആയിക്കോട്ടെ, ലവറായിരിക്കാം, ഫ്രണ്ടായിരിക്കാം, ആരും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനർത്ഥം എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ബാധകം ആവണം എന്നില്ല. ബാധകം ആവുന്നത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വിട്ടുകളയാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി ഏക യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ എനിക്ക് DM ആയിട്ട്, അതായത് നിങ്ങൾ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിംഗ് നടത്താം. അതിൻ്റെ ചാർജസും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിങ്ങൾ അതിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാണ്. ഓക്കെ, എന്താണ് ആദ്യത്തെ കാർഡിൽ പറയുന്നത്? ഓക്കെ, ദ സൺ കാർഡ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് എന്തായാലും. നെക്സ്റ്റ് കാർഡ്. ഓക്കെ, 9 ഓഫ് സോർട്സ്. അത് നിങ്ങളുടെ ഒരു എനർജീനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയും അതേപോലെ അവരുടെ മനസ്സിൽ എന്താണ്, അവരുടെ സാഹചര്യം എന്താണെന്നും കൂടെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റായിട്ട് ഒരു കാർഡും കൂടി എടുക്കുന്നതാണ്. ഓക്കെ, ഈ 3 കാർഡുകളിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അവരെവിടെയോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത്, അവർ ഉയരങ്ങൾ കീഴടക്കാനും അതേപോലെ സ്വാതന്ത്ര്യം, യാത്ര, എന്താ പറയുക, അങ്ങനത്തെ ഒരു എനർജിയാണ് അവർക്ക് ആവശ്യം. അവരങ്ങനെയാണ്, അത് അവർ ഉയരങ്ങളിലേക്ക് നോക്കുകയാണ്, സൂര്യനെ നോക്കുകയാണ്. അതായത് മുന്നോട്ട് കുതിക്കണം, മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ അവർ നോക്കി നിൽക്കുകയാണ്. അതാണ് ഈ കാർഡിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്തോ ഒരു തലവേദന, എന്തൊക്കെയോ ചുറ്റും പല കാര്യങ്ങളും ഉള്ളത് അവരെ മനസ്സിനെ ഭയങ്കരമായിട്ടൊരു മടുപ്പിക്കുന്ന ഒരു അവസ്ഥ. അതായത് അവർക്ക് ആഗ്രഹം മുന്നോട്ട് പോകണം, ഫ്രീഡം വേണം, ഇതൊക്കെയാണെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അതിനനുസരിച്ച് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ മൂന്നാമത്തെ കാർഡിലും പേജ് ഓഫ് സോർട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഒരു ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അവരുടെ കയ്യിൽ ബുക്ക് അവർ വായിക്കാൻ ശ്രമിക്കുന്നു, അറ്റ് ദ സെയിം ടൈം ബാക്കി കാര്യങ്ങൾ അവർ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബാലൻസ്. അപ്പം ഇങ്ങനെ പോകുന്നൊരു മനുഷ്യൻ, അതായത് ഇത്ര ആഗ്രഹങ്ങളുള്ളിൽ വെച്ചിട്ട് എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ നിൽക്കുന്നൊരു മനുഷ്യൻ, പക്ഷെ അത് എല്ലാം കൂടെ ആയിട്ട് ബുദ്ധിമുട്ട്, സ്ട്രെസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു കാണിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സപ്പോർട്ട് ആവശ്യമുള്ളൊരു സമയമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ അവർ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഠിക്കാതിരിക്കാം, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അവർ കറൻ്റ്ലി. പക്ഷെ അത് ഈ ജീവിത സാഹചര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും അതൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട്, അവരെ പിന്നിലേക്ക് വലിക്കണ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ പിന്നിലോട്ട് വലിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ എന്താ പറയുക, ഓക്കെ, ഭയങ്കര ഒരു ബാലൻസിങ് ആവശ്യമാണ്, എൻ്റെ അടുത്തുനിന്ന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ആവശ്യമാണ്. അത് റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആവാം, എന്ത് തന്നെ ആവട്ടെ, അത് അവർക്ക് ഒരു 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 ബുദ്ധിമുട്ടുള്ളത് പോലെ കാണിക്കുന്നു. ബിക്കോസ് അവരുടെ മൈൻഡിൽ അവർക്ക് ഇതാണ് ആഗ്രഹം. അത് അവർ തലവേദന എടുത്ത് ഈ ഒരു പിക്ചർ കാണിക്കുന്നത് അവരുടെ സ്ട്രെസ്സിനെയാണ്. അവർ ആ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നൊരിതാണ്. അപ്പം ഈ റീഡിങ്ങിൽ ഗൈഡൻസും കൂടെ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. ഞാൻ കാർഡ്സ് ഇവിടെ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് നിങ്ങൾക്കിവിടെ ചെയ്യാനുള്ളത്. ക്യൂൻ ഓഫ് വാൻഡ്സ്. നിങ്ങളൊരു മജീഷ്യനാണ്. അതായത് നിങ്ങളിപ്പോൾ അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങളിവിടെ ഒരു മജീഷ്യനെ പോലെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലാണ്, അതായത് ഇപ്പോൾ അവർ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സ്ട്രെസ് മാനേജ്മെൻറ്റാണ് നോക്കുക, നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് ആയിട്ട് വരാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സപ്പോർട്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് വീർപ്പ് മുട്ടുന്നുണ്ട്, ശ്വാസം മുട്ടും, അവർക്ക് സ്പേസ് വേണമെന്നാണെങ്കിൽ
ആ ഒരു സ്പേസും എല്ലാം നൽകിയിട്ടാവാം. അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ കയ്യിലാണ് ആ വാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാൻഡ് കയ്യിലുണ്ട്, കയ്യിലിവിടെ ഒരു ലൈറ്റും കാണാം. അപ്പം നിങ്ങളുടെ കയ്യിലാണ് അതുള്ളത്. അത് അഗൈൻ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിരിക്കും. എന്താണ് ഇപ്പം നമ്മൾ ജെൻഡർ റീഡിംഗ് ആണ് നടത്തുന്നത്, പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും ഈ ഒരു കാർഡിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജെൻഡർ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണ് ബാധകമായിട്ട് തോന്നുന്നത് അത് മാത്രം എടുക്കാം. ഇനി ഒരു കാർഡും കൊണ്ട് ഞാൻ എടുക്കാം, ബിക്കോസ് നിങ്ങളുടെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നും കൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇതിൽ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, റീബർത്ത്, ഡെത്ത് ആൻഡ് റീബർത്ത്. പല മാറ്റങ്ങളും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പല മാറ്റങ്ങളും ഇവിടെ ആവശ്യമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ ചില ചേഞ്ചസ് വരുത്തേണ്ടി വരും, അവർ ചേഞ്ചസ് വരുത്തേണ്ടി വരും. പക്ഷേ ആ ലൈറ്റ് ഇവിടെ ഉണ്ടാവും. ആ ഒരു ശുഭമായിട്ടുള്ളൊരു സൂചനയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇങ്ങനെ ശുഭമായിട്ടുള്ളൊരു സൂചന വരണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളെ വാൻഡ് യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വേണം ഈ ഒരു ഇതിലേക്ക് എത്താൻ. അവിടെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത്, അതൊരു ആ ഒരു ടേം അല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. അതായത് പുതിയൊരു ജന്മം, ഈ റിലേഷൻഷിപ്പിനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. അതിനു വേണ്ടി നിങ്ങൾ ഈ കാര്യം ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ക്യൂൻ ഓഫ് വാൻഡ്സ്, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വേറെ ഏത് ജെൻഡർ ആണെങ്കിൽ പോലും ഇത് ഈ പിക്ചറിലെ ഫീമെയിലിനെ നിങ്ങൾ നോക്കണ്ട, പക്ഷെ അത് ആർക്കാണെങ്കിലും ബാധകമാണ്. നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു എനർജി, ഇതിലുള്ളൊരു എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. മേ ബി ആ ഒരു ഇത് വഴി നമുക്ക് ആ ഒരു എനർജി ക്ലെയിം ചെയ്യാം. വിശ്വസിക്കൂ, നിങ്ങളുടെ വിശ്വാസമാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാം. ഇനി അടുത്തൊരു ടാരറ്റ് കാർഡ് റീഡിംഗ് ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കും. ടേക്ക് കെയർ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് വേണ്ടതെന്ന്. അതിനനുസരിച്ചുള്ള റീഡിംഗ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും. ടേക്ക് കെയർ. ബൈ.